ആലിപ്പറമ്പ് പുരണ്ടമണ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഓഗസ്റ്റ് 1 മുതൽ 8 വരെ ഭക്തി നിർഭരമായി നടക്കും. തൃശൂർ മുണ്ടാരപ്പള്ളി മഹേശ്വരൻ നമ്പൂതിരിപ്പാട് യജ്ഞാചാര്യനാകുന്ന ചടങ്ങിൽ ചത്തല്ലൂർ മംഗലത്തുമന എൻ.എ. കുമാരസ്വാമി ഭട്ടതിരിപ്പാടാണ് ക്ഷേത്രം തന്ത്രി. ഓഗസ്റ്റ് 1 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന കലവറ ഘോഷയാത്രയോടെ യജ്ഞപരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് 5 മണിക്ക് വിഗ്രഹ പ്രതിഷ്ഠയും ഭദ്രദീപ പ്രകാശനവും നടക്കും. വൈകിട്ട് 5:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പെരിന്തൽമണ്ണ എം.എൽ.എ. നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്യും. മഹാത്മ്യ പ്രഭാഷണത്തിനു ശേഷം ആദ്യ ദിനത്തിലെ സപ്താഹ പൂജയും അന്നദാനവും ഉണ്ടായിരിക്കും. രണ്ടാം ദിവസമായ ഓഗസ്റ്റ് 2 ഞായറാഴ്ച രാവിലെ 6 മണി മുതൽ വരാഹ അവതാര പാരായണവും വൈകിട്ട് 6:30 ശ്രീഭദ്ര ചെത്തല്ലൂർ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും അരങ്ങേറും. ഓഗസ്റ്റ് 3 തിങ്കളാഴ്ച ഋഷഭാവതാര പ്രഭാഷണവും തുടർന്ന് കലാപരിപാടികളും നടക്കും. ഓഗസ്റ്റ് 4 ചൊവ്വാഴ്ച നരസിംഹാവതാര ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് 6:30 തിരുവാതിരക്കളിയും ഉണ്ടായിരിക്കും. ഓഗസ്റ്റ് 5 ബുധനാഴ്ച രാവിലെ 10:30 നവഗ്രഹ പൂജയും തുടർന്ന് ശ്രീകൃഷ്ണാവതാര ചടങ്ങുകളും നടക്കും. ഓഗസ്റ്റ് 6 വ്യാഴാഴ്ച രുക്മിണി സ്വയംവരത്തോടനുബന്ധിച്ച് വൈകിട്ട് 4 മണിക്ക് കാവുംപുറം നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര ആരംഭിക്കും. വൈകിട്ട് തിരുവാതിരക്കളിയും ഉണ്ടായിരിക്കും. ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച കുചേലോപാഖ്യാന പാരായണവും രാവിലെ 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമവും വൈകിട്ട് സന്താനഗോപാല പൂജയും നടക്കും. വൈകിട്ട് 6:30 ഭക്തിഗാനസുധയും ഉണ്ടായിരിക്കും. സമാപന ദിവസമായ ഓഗസ്റ്റ് 8 ശനിയാഴ്ച കൽക്കി അവതാര പാരായണവും ഭാഗവത സംഗ്രഹവും നടക്കും. ഉച്ചയ്ക്ക് 12:30 യജ്ഞചടങ്ങുകൾ സമാപിക്കുകയും 1 മണിക്ക് മഹാ അന്നദാനം നടക്കുകയും ചെയ്യും. പുരണ്ടമണ്ണ ശങ്കരനാരായണ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് ഏകദേശം 2000 വർഷങ്ങൾക്ക് കൂടുതൽ പഴക്കമുള്ള ഈ ക്ഷേത്രം സ്വയംഭൂവായ പരമേശ്വരനും വിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഏകദേശം 5 വർഷത്തോളം കാലം ഇത് പൂട്ടിക്കിടക്കുകയായിരുന്നു, ദേവസ്വം ബോർഡിൻ്റെ കീഴിലായതുകൊണ്ട്. എന്നാൽ 2 മാസം മുന്നേ, ഏകദേശം 3 മാസത്തോളം ഈ പ്രദേശവാസികൾ എല്ലാവരും കൂടി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സർവ്വ ആൾക്കാരുടെയും സഹകരണത്തോട് കൂടിയിട്ട് ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനം തുടങ്ങുക എന്നുള്ളൊരു ആശയം വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഏകദേശം 3 മാസം കഴിഞ്ഞു. അതിൻ്റെ മുന്നോടിയായിട്ട് പുനരുദ്ധാരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് സപ്താഹം നടക്കാൻ പോവാണ്. പിണ്ടാരപ്പള്ളി മഹേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് സപ്താഹം. ഈ ശനിയാഴ്ച തുടങ്ങി അടുത്ത ശനിയാഴ്ച ഉച്ചയോടുകൂടി കഴിയും. അതിൻ്റെ മുഖ്യ അതിഥിയായിട്ട് വരുന്നത് എം.എൽ.എ. നജീബ് കാന്തപുരമാണ്. നജീബ് കാന്തപുരം, മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, തന്ത്രി എന്താ പേര് കുമാരസ്വാമി ഭട്ടതിരിപ്പാട് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഒരു സാംസ്കാരിക സമ്മേളനം വെച്ചിട്ടുണ്ട്. ശനിയാഴ്ച വൈകുന്നേരത്ത് അതിവിപുലമായ പരിപാടിയോട് കൂടിയിട്ട് അങ്ങനെ 7 ദിവസത്തെ സപ്താഹം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രധാന ഉദ്ദേശം പുനരുദ്ധാരണ പ്രവർത്തനം എന്നുള്ളതാണ്. പുനരുദ്ധാരണ പ്രവർത്തനവും ഉറങ്ങിക്കൊടുക്കുന്ന ക്ഷേത്രത്തെ ഒരു ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നുള്ള എല്ലാ ജനങ്ങളുടെയും കൂട്ടായ സഹകരണത്തോടു കൂടിയിട്ടാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യജ്ഞ ദിവസങ്ങളിൽ എല്ലാ വൈകിട്ടും സപ്താഹ പൂജയും അന്നദാനവും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഈ കുന്തിപ്പുഴ, അതായത് കുന്തിദേവി തപസ്സിരുന്ന ആ സ്ഥലത്ത് നിന്ന് മണ്ണാക്കാടിൻ്റെ അപ്പുറത്തു നിന്നാണ് സൈലന്റ് വാലിയിൽ നിന്ന് ഒഴുകി വരുന്ന ഈ കുന്തിപ്പുഴ നേരെ ഇവിടെ വന്ന് തെക്ക് നിന്ന് വടക്കോട്ട് ഒഴുകി പടിഞ്ഞാട്ട് പോകുന്ന ഒരു സ്വഭാവം ഈ പ്രദേശത്ത് മാത്രമേ ഇതുള്ളൂ. മാത്രമല്ല, ഒരു മുനമ്പിൽ നിന്ന് കഴിഞ്ഞാൽ കിലോമീറ്ററുകളോളം പുഴ കാണാൻ പറ്റുന്ന ഏക പ്രദേശവും ഇവിടെ തന്നെയാണ്. ഇതിന് തൊട്ടപ്പുറത്തൊരു കാളിക്ഷേത്രമുണ്ട്. ഈ വളരെ അഭേദ്യമായ ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. ഈ വർണ്ണമല ശിവക്ഷേത്രം തൊട്ടപ്പുറത്തുള്ള കാളിക്ഷേത്രം പോയിട്ടാക്കാനുള്ളത്. അപ്പോൾ ഇതൊരു 18 വർഷം മുമ്പ് തന്നെ ഞാൻ ഇതിനെ പറ്റിയിട്ട് പഴമക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അത് ഇവിടെ ആരെ സമ്മതം ഇല്ലാത്തതിന് ഞാൻ എൻ്റെ മനസ്സിൽ വന്നൊരു ആശയപ്രകാരം അത് പേപ്പറിൽ കൊടുക്കുകയും പല ആൾക്കാർക്കും ജില്ലാ പഞ്ചായത്തിലും മമ്മിലേക്കൊക്കെ അതിനെപ്പറ്റി നിവേദനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. കാരണം ഇത് ഇവിടുത്തെ മാത്രമല്ല, പല വിദേശികളും ഈ കലാമണ്ഡലത്തിൽ വരുന്ന ചെറുകുത്തി കലാമണ്ഡലത്തിൽ വരുന്ന പല വിദേശികളും കുഞ്ചുനായർ ട്രസ്റ്റ് സന്ദർശിക്കാൻ വരുമ്പോൾ ഇവിടെ വന്നുകൊണ്ട് ഈ പോയിന്റെയും ഈ അമ്പലത്തിനെയും കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും ഇതിൻ്റെ കുളിക്കളവ് നന്നാക്കുകയും ചെയ്യണം. ഇവിടുന്ന് ടൂറിസ്റ്റ് മേഖല ആയി കഴിഞ്ഞാൽ പോയിന്റ് പക്കത്ത് കൂടെ 400 മീറ്റർ മാത്രം ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു സ്ഥലമാക്കി മാറ്റാൻ പറ്റും. അതിനുള്ള സമൂഹത്തിൻ്റെ പരമായിക്കൊണ്ടാണ് സപ്താഹം നടക്കുന്നത്. അപ്പോൾ ഈ സപ്താഹത്തിലേക്ക് ജാതിമത ഭേദമന്യേ എല്ലാവരും ഇവിടേക്ക് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. CCN പെരിന്തൽമണ്ണ.